കോഴിക്കോട് പുതിയകടവ് ബീച്ചിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. സംഭവത്തിൽ 2 നാടോടി സ്ത്രീകളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സംഭവം ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ചെറിയൊരു കുട്ടി അതിൻ്റെ കളിക്കാൻ നിൽക്കുമ്പോൾ 7 വയസ്സായ കുട്ടിയാണ്. 7 വയസ്സായ കുട്ടിയപ്പോൾ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ മടക്കി പിടിച്ച് ഇങ്ങനെ ഇടാണ് ചാക്കിനത്. അങ്ങനെയാണ് മക്കൾ കല്ലെടുത്തെറിയുന്നത്. അങ്ങനെയാണ് ഓല് ഓടിയത്. കത്തിൻ്റെ അവിടുന്ന് കണ്ട് കത്തി പോലെ ചോദിച്ച് ചാക്ക് എന്തിനാ ചോദിച്ചപ്പോൾ കാൽക്കുപ്പി ഇടാനാണ്. എത്ര വയസ്സുള്ള കുട്ടിക്ക്? മാക്സിമം 7 വയസ്സുള്ളൂ. വാർത്തയുടെ വിവരങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ നാടോടി സ്ത്രീകളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് വിവരം നൽകുന്നത്? വിവരങ്ങൾ. നിലവിൽ അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ ആയിരുന്നു സംഭവം നടന്നത്. കോഴിക്കോട് ഇവർക്കും അറിയാം, വളരെ വിശാലമായൊരു സ്ഥലമാണ് പുതിയകടവ് എന്ന് പറയുന്നത്. കുട്ടികൾ വളരെ സൗഹാർദ്ദപൂർവ്വം കളിക്കുന്ന ഒരിടമാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി തന്നെ ഈ നാടോടി സ്ത്രീ ആയിട്ടുള്ള മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തിയത്. കുട്ടിയെ പിടിച്ചു വലിച്ച് ചാക്കിനുള്ളിൽ കയറ്റാനായിരുന്നു അവരുടെ ശ്രമം. ഇതിനിടയിൽ കുട്ടി ബഹളം വയ്ക്കുകയും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ബഹളം വയ്ക്കുകയും ഇവരെ ഓടിക്കുകയുമായിരുന്നു. ഇത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാരും കുട്ടികളുമെല്ലാം ബഹളം വെച്ച് ഉടനെ തന്നെ പ്രതികളായിട്ടുള്ള മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ദമ്പതികൾ അവരെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. ഇങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത്. ഇതിലിപ്പോൾ അവരുടെ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിച്ചു. മെഡിക്കൽ എടുത്തു. അത്തരം നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇവരുടെ ബന്ധുക്കളടക്കം പറയുന്നത് കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ, ബേപ്പൂർ സ്വദേശിയാണ് കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ വെക്കേഷൻ സമയമായതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇങ്ങനെയൊരു ഇത് ഉണ്ടായത്. കുട്ടി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ബഹളം വെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ബഹളം വയ്ക്കാനൊന്നും കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കുട്ടിയെ അവർ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ തന്നെയാണ് ബന്ധുക്കളും മറ്റ് നാട്ടുകാരും തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പ്രതികൾ എന്തായാലും പോലീസിൻ്റെ പിടിയിലാണ് ഉള്ളത്. ശ്രീനിധി.